വാൾട്ടർ കേരളം കത്തിക്കുമോ? മെഗാസ്റ്റാറിന്റെ ഉദയണ തിയേറ്ററിൽ കത്താണ്ടിരിക്കുമോ? ഹെവി ലെവലാവും. ഈ ലാലേട്ടനുണ്ടോ സംശയം ഉണ്ടല്ലോ. കാരണം ലാലേട്ടൻ്റെ പെങ്ങളുടെ മോൻ അതിൻ്റെ സംവിധാനം. ലാലേട്ടൻ അതിൽ പറഞ്ഞില്ലേ, ലാലേട്ടൻ ലാസ്റ്റ് പ്രൊമോഷനൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പടം അത്ര ഹൈപ്പായി, നല്ല ഹൈപ്പായില്ലേ പടം. എന്താ എനിക്ക് സംശയമുണ്ട്, ലാലേട്ടൻ ഉണ്ടാവാൻ ഡൗട്ടുണ്ട്. ലാലേട്ടന്റെ സുഹൃത്തുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, എങ്ങനെയാണ് അതിൽ പ്രതീക്ഷ? അതിൽ ഹെവി പ്രതീക്ഷയുണ്ട്. അത് ഇത് പക്ക കൊച്ചി കഥാപാത്രങ്ങൾ ചെയ്തിട്ട് കൊച്ചിനെ എസ്റ്റാബ്ലിഷ് ഉള്ളാരാ മമ്മൂക്കയാ, ബിഗ് ബി. ബിഗ് ബി വന്നതിന് ശേഷമാണ് ഫോർട്ട് കൊച്ചിക്ക് വേറൊരു ഇതിലേക്ക് വന്നത്. ഇത് റെസ്ലിംഗ് ബേസ്ഡ് പടം. നമ്മളെ കൊച്ചി വൈറ്റിലക്കാരനെ സ്ക്രിപ്റ്റ് റൈറ്റർ തൈക്കുടം. കൊച്ചിയിലെ ആ പാട്ട് കേട്ടില്ലേ, അത്താ പച്ച മട്ടാഞ്ചേരി. അപ്പൊ മമ്മൂക്കനെ അമ്മാതിരി ഒരു ഫോർട്ട് കൊച്ചി അല്ലെ തനി കൊച്ചിക്കാരനായിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നുണ്ടാവാം. കൊച്ചിയിൽ തകർക്കും പടം, തകർക്കും. വേറെ ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. മമ്മൂക്ക കൊച്ചി കഥാപാത്രമായിട്ട് വന്ന വേറെ മൂടാ. പ്രത്യേകിച്ച് ഇത് യങ്സ്റ്റേഴ്സിന്റെ പടം, ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ഉള്ള ഒരു ഇതിലാണ് കൊച്ചി. അപ്പോൾ അത് വേറെ മൂഡിലേക്ക് കൊണ്ടുപോകും, നോക്കി ഉറപ്പിച്ചോ. നല്ല കഥയാണ്. വാൾട്ടറിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, വാൾട്ടറിന്റെ പിള്ളേരെ തൊടുവെന്നുള്ള ഒറ്റ ചോദ്യം മാത്രം മതി. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട. നിങ്ങൾ ജയറാമേട്ടന്റെ ഒസ്ലേർ സിനിമ എങ്ങനെയാണ് ഹിറ്റായത്, അമ്മാതിരി പൊളി സാധനം തന്നെയായിരിക്കും ഈ സിനിമയ്ക്കകത്ത്. പ്രതീക്ഷിച്ചോ. എന്തായാലും മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, മലയാളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ ക്യാമിയോ റോളിൽ ഇതിലുണ്ട്. അത് 100% ഉറപ്പാണ് സിനിമയ്ക്ക്. എന്തായാലും ഒരു കൈമാറ്റം, അതായത് പാരമ്പര്യമായിട്ട് കൈമാറുന്ന ഒരു ചടങ്ങുണ്ട്. അതിനകത്തൂടെ ഇവർക്ക് കൈമാറി കൊടുക്കുന്ന കുറച്ച് ആൾക്കാർ ഇതിനകത്തുണ്ട്. എന്തായാലും ഗംഭീര സിനിമയാണ്, ഗംഭീര പ്രകടനമാണ് സിനിമ. ഹൈ റേഞ്ചിലുള്ള, ഹൈ ക്വാളിറ്റിയിലുള്ള സിനിമയാണ്. ഇതിനെ പിന്നണിയിൽ പ്രവർത്തിച്ചവരെല്ലാം നല്ല ബ്രില്യൻ്റ് ആൾക്കാരാണ്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. എന്തായാലും 100% വിജയിച്ച പടം തന്നെയാണിത്. ഒന്നും നോക്കാതെ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, തിയേറ്ററിലേക്ക് പോരെ. ഒരു കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ടോ അത്ര അംഗങ്ങൾക്കും മികച്ച രീതിയിൽ പെർഫോമൻസ് കിട്ടുന്ന ഒരു സിനിമയാണ്. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് സിനിമ.